ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇറ്റ്സ് മീ നിർമ്മൽ ഫ്രം നിർമ്മൽ ടോക്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6-7 വർഷമാവുകയാണ്. ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 വർഷവും ആക്ച്വലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5.5-6 വർഷമാവുകയാണ്. അപ്പോൾ ഒരു ലോങ് ജേർണി ആയിരുന്നത്. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, പല പല ജോണറസ് ഞാൻ ട്രൈ ചെയ്തു. അതായത് മ്യൂസിക് ഇൻഡസ്ട്രി എക്സ്പ്ലനേഷൻ തൊട്ട് ഫാക്ട്സ് തൊട്ട് റീമിക്സുകൾ തൊട്ട് ലോകത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പോൾ 6 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ട ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ഒരു ഫലം കാണുകയാണ് ഞാൻ അവസാനം. ഏകദേശം 6 വർഷത്തിന് ശേഷം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നത് മോണിറ്റൈസ് ആകുമെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നേടിയെടുക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. 6 വർഷം കഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ പറ്റി. ഇതിൽ ചാനൽ മോണിറ്റൈസ് ആക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമല്ല ഞാൻ കാണുന്നത്. പവർ ഓഫ് വെയിറ്റിംഗ്, ദ പവർ ഓഫ് പേഷ്യൻസ്. പേഷ്യൻ്റായിട്ട് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് കാത്തിരുന്നുകൊണ്ട് ഞാൻ ഈ ഒരു ഡേയ്ക്ക് വേണ്ടി പ്രയത്നിച്ചതും കഷ്ടപ്പെട്ടതും ഒരുപാട് റിസർച്ച് നടത്തിയതൊക്കെ ഞാൻ ഓർത്തെടുക്കുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നും മാത്രമല്ലായിരുന്നു എൻ്റെ പ്ലാൻ. ഒരു കരിയർ ബിൽഡ് ചെയ്യുക, എൻ്റെ റാപ്പ് കരിയറിലേക്ക് കുറച്ച് ഫണ്ട് ചെയ്യുക, അതോടെ എൻ്റെ റാപ്പ് കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുക, ഒരുപാട് സഹായം അർഹിക്കുന്ന ആളുകൾക്ക് സഹായം നൽകാൻ പറ്റുക, അങ്ങനെ ഒരുപാട് പ്ലാൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാനുകളൊക്കെ വളരെ ഷോർട്ട് ടൈം പ്ലാൻസ് ആയിരുന്നു. കാരണം ആ പ്ലാൻസൊക്കെ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സഹായിക്കേണ്ടതും അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യേണ്ടതുമായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് അന്ന് നൽകാൻ കഴിഞ്ഞില്ല അവർക്ക്. കാരണം അന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെയൊരു അവസരമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കാനായിട്ട് 6 വർഷം കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇനി എന്നെക്കൊണ്ടാവുന്നവർക്ക് ഞാൻ ആ സഹായം നൽകാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ നൽകുകയും എൻ്റെ റാപ്പ് കരിയർ ഞാൻ ഫണ്ട് ചെയ്യുകയും അതിലൂടെ ദ റിയൽ മീ, എൻ്റെ ആക്ച്വൽ പൊട്ടൻഷ്യൽ എനിക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. അതായത് 6 കൊല്ലം മുമ്പ് ഞാൻ ഒന്നുമില്ലാതെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫാമിലി, എവരിബഡി. സോ എല്ലാവർക്കും 1000 നന്ദി. കാരണം ഒന്നും ആകില്ല എന്ന് കരുതിയ ഒരു യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഒന്നും ആകില്ല എന്ന് കരുതിയൊരു വ്യക്തി, ആ വ്യക്തിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയും ആ വ്യക്തിയുടെ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വർക്കുകളിൽ നിങ്ങൾ ഹോപ്പ് കണ്ടെത്തുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. കാരണം 6 വർഷം കഴിഞ്ഞ് അതൊക്കെ സത്യമായിരിക്കുകയാണ്. പണ്ട് ഞാൻ കണ്ട സ്വപ്നങ്ങൾ ഇന്ന് സത്യമായി എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങളും അത് കാണുകയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച് ബീയിങ് എ പാർട്ട് ഓഫ് നിർമ്മൽ ടോക്സ് മ്യൂസിക്സ് ജേർണി. താങ്ക് യു സോ മച്ച് ബീയിങ് പാർട്ട് ഓഫ് the rapper KVLD's journey. Thank you guys.